ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അനാഥരായി ജനിച്ചു വളർന്ന ലോകത്തിന്റെ നായകസ്ഥാനം ഏറ്റെടുത്ത അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ പ്രവാചകനെ കുറിച്ച് സംസാരിക്കാൻ അവസരം തന്ന അല്ലാഹുവിനെ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. 1400 വർഷങ്ങൾക്ക് മുമ്പേ കല്ലിലെയും മരങ്ങളെയും ആരാധിച്ചിരുന്ന തിന്മയുടെ അന്ധകാരത്തിൽ മൂടപ്പെട്ട മനുഷ്യത്വം ബന്ധമില്ലാത്ത ഒരു കാട്ടറിപ്പ് സംഭവത്തിലേക്കാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ചെറുപ്പത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമനപ്പേര് ലഭിച്ചിരുന്നെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആ ജനതയ്ക്കിടയിൽ കൂടി സത്യവും ധർമ്മവും നീതിയും പരത്തുവാനും ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാനും സാധിച്ചു. ജനങ്ങളെ നേർവഴിക്കു നയിച്ചതിന്റെ പേരിൽ സ്വന്തം നാട് വീട് വിട്ടു പോകേണ്ടി വന്നു ആ പ്രവാചകനിക്ക്. കല്യാണങ്ങളും ക്രൂരപീഡനങ്ങളും ഒട്ടകത്തിന്റെ കുടൽമല കഴുത്തിൽ ചാർത്തിയിട്ടും അവസാനം തന്റെ മുമ്പിൽ മാപ്പപേക്ഷിച്ചവർക്ക് യാതൊരു മടിയും കൂടാതെ മാപ്പ് കൊടുത്തു ആ പ്രവാചകൻ. ലോകർക്ക് അനുഗ്രഹീതമായിട്ടുള്ളത് നബിയെ അങ്ങയെ നാം അയച്ചിട്ടില്ല. ഹിജറയുടെ 5-ാം വർഷം ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കളുള്ളവർ വധിക്കാനും നാട് കടത്തുവാനും ശ്രമിച്ചവർ ആകെ പട്ടിണിയിലായ സന്ദർഭം. മദീനയിൽ നിന്ന് വിവരം കുറച്ച് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് മക്കയിലേക്ക് ഒരു സ്വഹാബിയെ പറഞ്ഞയച്ചു. മക്കയിൽ ചെന്ന് പട്ടിണി എടുക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനായിരുന്നു. അതെ, ഒരു കൊടി ശത്രുപക്ഷത്തിൽ നിൽക്കുമ്പോഴും അവരാണ് പട്ടിണി കിടന്ന് മരിക്കരുത് എന്ന് താല്പര്യമുണ്ടായിരുന്നു. അവരെ പോലും സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മാതൃകയാണ്. സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കണം. അസ്സലാമു അലൈക്കും.